Hi and welcome to Medcity's secret mantra to OET. We had taken quite a long break. നിങ്ങൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ല OET ബേസ് ആയിട്ട്. ബട്ട് വി ആർ ബാക്ക് ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ OET സ്പീക്കിങ്ങിനെ വെച്ചാണ് തുടങ്ങുന്നത്. സോ നമ്മളൊരു റോൾ കാർഡ് കിട്ടിയാൽ എങ്ങനെ അതിന് ആൻസർ ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ ടൈം എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ആൻഡ് ഹൗ ക്യാൻ വി ജസ്റ്റ് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, ഇതൊക്കെയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാമല്ലോ OET സ്പീക്കിംഗ് ആവുമ്പോൾ അതിൽ 2 റോൾ കാർഡ്സാണ് നമുക്ക് ഇനാക്ട് ചെയ്യാനുള്ളത്. ഓരോ റോൾ കാർഡ് 5 മിനിറ്റ് ആയിരിക്കും നമുക്ക് സമയം ടു പെർഫോം. ആൻഡ് ബിഫോർ ദി പെർഫോമൻസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് റോൾ കാർഡ്സ് നമുക്കൊരു 2 to 3 minutes ടൈം പ്രിപ്പറേഷന് വേണ്ടി ഇൻ്റർലോക്യൂട്ടർ നമുക്ക് നൽകുന്നതായിരിക്കും. The person we speak to on the day of our test is the interlocutor. ഇനി ഈ ഇൻ്റർലോക്യൂട്ടറിന് നമ്മുടെ സ്കോറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ചില ആൾക്കാർ വിചാരിക്കാറുണ്ട് ഇൻ്റർലോക്യൂട്ടറാണ് നമുക്ക് സ്പീക്കിങ്ങിൽ സ്കോർ തരുന്നത്. അത് തെറ്റായ ഒരു ധാരണയാണ്. ഇൻ്റർലോക്യൂട്ടർ OET സ്പീക്കിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. ഹെൽപ്പ് ആസ് ഇൻ സ്പീക്കിംഗ് ആകുമ്പോൾ, ഒരു കോൺവെർസേഷൻ ആകുമ്പോൾ നമുക്ക് വേറൊരാൾ വേണമല്ലോ സംസാരിക്കാൻ. അപ്പം നമ്മളിവിടെ എടുക്കുന്ന എക്സാമ്പിൾ നേഴ്സാണ്. ആസ് എ കാൻഡിഡേറ്റ് നമ്മൾ നേഴ്സിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേഴ്സ് ആരോടാണോ സംസാരിക്കുക ഓൺ ദിയർ റെഗുലർ വർക്ക് അറ്റ്മോസ്ഫിയർ, ആരോടൊക്കെ ആയിരിക്കും ഒരു നേഴ്സ് സംസാരിക്കുക? ഓഫ് കോഴ്സ് നേഴ്സ് ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുമായിരിക്കും, പേഷ്യൻ്റ് റിലേറ്റീവ് ഉണ്ടാവുമായിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ വേറെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, വേറെ മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഉണ്ടാവും. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെറ്റപ്പിൽ ഒരുപാട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പല ആൾക്കാരുമായിട്ട് നേഴ്സസിന് ഒരു ഡെയിലി ബേസിസിൽ കോൺവെർസേഷൻ നടക്കും. പക്ഷേ OET സ്പീക്കിങ്ങിൽ നേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർവീസും ചെയ്യുമ്പോൾ ആരോടാണ് കോൺവെർസേഷൻ ചെയ്യുക, ആ ഒരു എക്സാമ്പിളായിരിക്കും നമുക്ക് ഇനാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു നേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺവെർസേഷൻ നമ്മുടെ പേഷ്യൻറ്റിനോടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പേഷ്യൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് നമ്മുടെ കോൺവെർസേഷനിൽ ഉണ്ടാവുക. സോ നമ്മുടെ ഇൻ്റർലോക്യൂട്ടർ ഒന്നുകിൽ നമ്മുടെ പേഷ്യൻ്റെ റോളായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറിൻ്റെ റോളായിരിക്കും. സോ ആസ് എ നേഴ്സ്, ആസ് എൻ OET കാൻഡിഡേറ്റ് ഫോർ സ്പീക്കിംഗ്, നമ്മൾ സംസാരിക്കേണ്ടത് ഈ ഒരു ആളോടായിരിക്കണം, ഒന്നെങ്കിൽ പേഷ്യൻറ്റിനോടോ അതോ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറിനോടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻ്റർലോക്യൂട്ടർ അല്ല നമുക്ക് സ്കോർ തരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ശരിക്കും OET സ്പീക്കിംഗ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? വെൽ, ദി എൻറ്റയർ OET സ്പീക്കിംഗ് ഈസ് ഓഡിയോ റെക്കോർഡഡ്. എന്താണ് ഓഡിയോ റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സംസാരിക്കുന്നത്, അതായത് ഞാൻ ആസ് എ കാൻഡിഡേറ്റ് സംസാരിക്കുന്നതും എൻ്റെ കൂടെ സംസാരിക്കുന്ന ഇൻ്റർലോക്യൂട്ടർ സംസാരിക്കുന്നതും ഓഡിയോ, നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യും കംപ്ലീറ്റ് സെഷൻ. അപ്പോൾ ഒരു 20 minutes ലോങ് ആയിരിക്കും നമ്മുടെ OET സ്പീക്കിംഗ് നടക്കുന്നത് തന്നെ. 2 റോൾ കാർഡ്സ്, അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം പ്ലസ് ബിഗിനിങ്ങിലൊരു വാമപ്പ് ആയിരിക്കും. അതും ഒരു 2 to 3 minutes ഇൻ്റർലോക്യൂട്ടർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കും. ഇത് പേര് പോലെ തന്നെ ഒരു വാമപ്പ് സെഷനാണ്, ഇവാലുവേറ്റഡ് അല്ല. അപ്പോൾ നമ്മുടെ എൻറ്റയർ 20 minutes നടക്കുന്ന ഈ എക്സാം ഓഡിയോ റെക്കോർഡഡ് ആയിരിക്കും. ഈ റെക്കോർഡിംഗ് ആണ് 2 ഇൻഡിവിജ്വൽ എക്സാമിനേഴ്സിന് അയച്ചു കൊടുക്കുന്നത്. ഈ ഇൻഡിവിജ്വൽ എക്സാമിനേഴ്സിന് തമ്മിൽ അറിയില്ല, ഏത് കാൻഡിഡേറ്റിൻ്റെ സ്പീക്കിംഗ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒന്നും അറിയില്ല. അവർ അവരുടെ സ്ഥലത്ത് ഇരുന്നിട്ട് ഈ ഓഡിയോ റെക്കോർഡിംഗ് കേൾക്കുകയും അതിനെ ബേസ് ചെയ്തിട്ട് ചില OET സ്പീക്കിങ്ങിൽ ചില അസസ്മെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ അസസ്മെൻറ്റ് ഫാക്ടേഴ്സിന് ബേസ് ചെയ്തിട്ടാണ് കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഓൺ ദ ഡേ ഓഫ് എക്സാം സംസാരിക്കുന്ന ഇൻ്റർലോക്യൂട്ടർ ഡസ് നോട്ട് ഹാവ് എ റോൾ ഇൻ ഗിവിങ് യുവർ സ്കോർസ്, ബട്ട് ഡെഫിനറ്റ്ലി ആ ഇൻ്റർലോക്യൂട്ടർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ത്രൂ ഔട്ട് ആർ റോൾ കാർഡ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കൊരു റോൾ കാർഡിൻ്റെ എക്സാമ്പിളോടെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ 2 to 3 minutes ടൈം ഓഫ് പ്രിപ്പറേഷൻ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം, അതോടൊപ്പം തന്നെ പ്ലാനിങ്ങിലൂടെ എങ്ങനെ നമുക്ക് കോൺവെർസേഷൻ ബിഗിൻ ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദാറ്റ്. ഓക്കെ, സോ ഐ ഹാവ് എൻ എക്സാമ്പിൾ ഓഫ് എ റോൾ കാർഡ്. ഈ റോൾ കാർഡിൽ 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണുള്ളത്. 1 is the setting. ഈ എക്സാമ്പിളിൽ സെറ്റിംഗ്
ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ആണ്. അപ്പോൾ ഒരു സെറ്റിംഗ് എന്തൊക്കെയാവാം? യു ഹാവ് മെനി അതർ ഓപ്ഷൻസ്. ഒരു റോൾ കാർഡിൽ പല രീതിയിൽ സെറ്റിങ്സ് വരാം. ഇറ്റ് കുഡ് ബി എ ഹോം വിസിറ്റ്, അതൊരു ഓപ്ഷനാണ്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നതാവാം. അതൊരു ഹോസ്പിറ്റൽ വാർഡാവാം. ഇറ്റ് കുഡ് ബി എ ക്ലിനിക്, ഇറ്റ് കുഡ് ബി എ സ്കൂൾ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് part of a roll card is the information about the patient. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ നേഴ്സാണ്. അപ്പോൾ നമ്മൾ നേഴ്സിൻ്റെ റോളാണ് എടുക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഡയറക്റ്റ്ലി പേഷ്യൻറ്റിനോടാണോ അതോ നമ്മൾ ബൈസ്റ്റാൻഡറിനോടാണോ സംസാരിക്കുന്നത്? നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദ റോൾ കാർഡ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ പേഷ്യൻറ്റിനെ കുറിച്ച് തന്നെയായിരിക്കും. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതാണ് നമ്മുടെ ടാസ്ക്സ്. അപ്പം ഈ ഒരു ടാസ്ക് ഇറ്റ് കുഡ് റേഞ്ച്. ഈ എക്സാമ്പിൾ നമുക്ക് 1, 2, 3, 4 ടാസ്ക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റോൾ കാർഡിൽ 4 ഉണ്ടാവാം, 3 ടാസ്ക്സ് ഉണ്ടാവും. ലെറ്റ്സ് സേ 4 to 6. ഇതൊരു അപ്രോക്സ് മാത്രമാണ്. സോ നമ്മുടെ എൻറ്റയർ 5 minute ഡ്യൂറേഷനിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ടാസ്ക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ റോൾ കാർഡ്. ഈ 3 സെക്ഷൻസ് അല്ലെങ്കിൽ ഈ 3 പാർട്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ടൈം, അതായത് 2-3 മിനിറ്റ് നമുക്ക് ഇൻ്റർലോക്യൂട്ടർ നൽകുന്ന പ്രിപ്പറേഷൻ ടൈം ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ക്യാൻ ഫോളോ സർട്ടൻ സ്റ്റെപ്സ്. നമ്മളിപ്പോൾ 3 ഡിഫറെൻറ്റ് പാർട്സ്, റോൾ കാർഡിലെ ഇമ്പോർട്ടൻ്റ് ആയ 3 പാർട്സ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സർട്ടൻ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നമുക്ക് ഇഫക്റ്റീവ്ലി നമുക്ക് പ്രിപ്പറേഷൻ ടൈം യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ സ്റ്റെപ്പ്? സ്റ്റെപ്പ് 1, ലുക്ക് അറ്റ് ദ സെറ്റിംഗ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ യു ആർ ആൻഡ് ഹൂ യു ആർ ഗോയിങ് ടു ടോക്ക് ടു. അപ്പോൾ സെറ്റിംഗ് നോക്കുമ്പം എനിക്കറിയാം ദിസ് ഈസ് ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി. അപ്പോൾ ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ആണെങ്കിൽ എപ്പോഴും സീരിയസ് ആയിരിക്കും സിറ്റുവേഷൻ, അല്ലേ? ആൻഡ് ഇറ്റ് നീഡ്സ് പ്രോംപ്റ്റ് അറ്റൻഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ആവുന്നത്. അത് മറിച്ചൊരു ഹോസ്പിറ്റൽ വാർഡാണെങ്കിൽ പേഷ്യൻ്റ് ഓൾറെഡി അഡ്മിറ്റഡ് ആണ്. അപ്പോൾ അത്ര ഒരു സീരിയസ് കണ്ടീഷനിലാവണം എന്നില്ല പേഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ അത്ര സീരിയസ് ആവണമെന്നില്ല, നമ്മൾ അത്ര പ്രോംപ്റ്റ് ആവണമെന്നില്ല. പക്ഷേ ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ആവുമ്പോൾ നമ്മുടെ ടോണും നമ്മുടെ വേ ഓഫ് അപ്രോച്ചിങ് ദ പേഷ്യൻറ്റും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവും. അപ്പോൾ നമുക്ക് സെറ്റിംഗ് നോക്കിയാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. സോ നമ്മൾ എന്താണ്, ഒരു ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി നേഴ്സാണ് നമ്മുടെ റോൾ, റൈറ്റ്? നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. ആൻഡ് ഹൂ ആർ യു ഗോയിങ് ടു ടോക്ക് ടു? ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇസ് ഇറ്റ് ഡയറക്ട്ലി ടു ദ പേഷ്യൻറ്റ്, അത് നമ്മൾ ബൈസ്റ്റാൻഡറിനോടാണ് സംസാരിക്കുന്നത്? അത് നമ്മൾ ഈ ഒരു ഏരിയ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. യു ആർ ടോക്കിംഗ് ടു ദ മദർ ഓഫ് എ ചൈൽഡ് ഹൂ ഹാസ് ഹാഡ് ഫ്ലെയർ അപ്പ് ഓഫ് എക്സീമ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മദറിനോടാണ്, പക്ഷെ പേഷ്യൻ്റ് ചൈൽഡാണ്. സോ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഈ ഒരു റോൾ കാർഡിൽ കുട്ടീനോട് സംസാരിക്കുന്നില്ല, മറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കുട്ടീൻ്റെ അമ്മയോടാണ്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? റീഡ് എനി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ സച്ച് ആസ് ദ മെഡിക്കൽ ഇഷ്യൂ, പ്രീവിയസ് ട്രീറ്റ്മെൻറ്റ് ഓർ an indication of how the patient is feeling. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഇഷ്യൂ എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ പേഷ്യൻ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നോക്കുകയാണെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഇഷ്യൂ എന്താണ്? എക്സീമ, അതാണ് മെഡിക്കൽ കണ്ടീഷൻ. എന്ത് രീതിയിൽ ട്രീറ്റ്മെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്, എന്താണ് പേഷ്യൻറ്റിൻ്റെ ഫീലിംഗ്, അതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലാവും. സ്ക്രാച്ചിങ്, the child is weeping, the mother refuses to use steroid creams. അപ്പോൾ മദറിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പേഷ്യൻ്റ് is weeping, so is very sad, is disturbed.
അതൊക്കെ നമുക്ക് ആ ഒരു സെക്ഷൻ സെക്കൻഡ് പാർട്ട് ഓഫ് ദി റോൾ കാർഡ് നമുക്ക് ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് 3, ലുക്ക് അറ്റ് ദ ടാസ്ക്സ് ആൻഡ് അണ്ടർലൈൻ ദി ഫങ്ഷൻ വെർബ്സ്. ഇനി നമ്മൾ ടാസ്ക് ഏരിയയിലേക്കാണ് നോക്കേണ്ടത്. അവിടെ ഓരോ ടാസ്കിൻ്റെ മുന്നിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നുള്ള ഫങ്ഷൻ വേർബ്സിനെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ടാസ്ക് ഫൈൻഡ് ഔട്ട്, സെക്കൻഡ് ടാസ്ക് എക്സ്പ്ലെയിൻ, മൂന്നാമത്തെ ടാസ്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, റീഇൻഫോഴ്സ്, ആൻഡ് ദ ഫോർത്ത് ടാസ്ക് ഗിവ് അഡ്വൈസ്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ആക്ഷൻസ് ടേക്കൺ. അതിനുശേഷം സ്റ്റെപ്പ് 4, യൂസ് ദ ഇൻഫർമേഷൻ ഗിവൻ ആൻഡ് ദ ടാസ്ക്സ് ടു പ്രെഡിക്റ്റ് ഹൗ ദ കോൺവെർസേഷൻ മൈറ്റ് ഫ്ലോ. ഇനി ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഏകദേശം ഗെസ് ചെയ്യാൻ പറ്റും എങ്ങനെയായിരിക്കും നമ്മുടെ കോൺവെർസേഷൻ നടക്കുക. നമുക്കറിയാം നമ്മൾ അമ്മേനോടാണ് സംസാരിക്കുന്നത്, ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി ആണ്. അതായത് അമ്മ ജസ്റ്റ് വന്നതേ ഉള്ളൂ ഈ ഒരു കുട്ടീൻ്റെ കാര്യവുമായിട്ട്. അപ്പോൾ ദ മദർ വിൽ ബി ഡെഫിനറ്റ്ലി ടെൻസ്ഡ് അല്ലേ. മദർ ടെൻസ്ഡ് ആവാം, മദർ ഷോർട്ട് ടെമ്പേർഡ് ആവാം, മദറിന് ക്വിക്ക് റെസ്പോൺസ് വേണം, എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നിരിക്കണം, അതിന് ഡിമാൻഡിങ് ആവാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് എങ്ങനെയായിരിക്കും നമ്മളോട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത്. പ്ലസ് ഇവിടെ തന്നിരിക്കുന്ന ചില ഫങ്ഷൻ വേർബ്സ് നോക്കുകയാണെങ്കിൽ റീഇൻഫോഴ്സ്, അതായത് പേഷ്യൻ്റ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അതെപ്പോഴും ചാലഞ്ചിങ് ആയിരിക്കും, കാരണം നമ്മൾ സംസാരിക്കുന്ന ആൾ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെ നമുക്ക് അഡ്വൈസ് കൊടുക്കാനുമുണ്ട്. അതായത് പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന് കുറേ കാര്യങ്ങൾ അറിയില്ല, നമ്മൾ പുതുതായി നൽകേണ്ട ഇൻഫർമേഷനാണ് അഡ്വൈസ് എന്ന രീതിയിൽ കൊടുക്കേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കുമ്പോൾ തന്നെ, ഈ ഫങ്ഷൻ വേർബ്സ് നോക്കുമ്പോൾ, പിന്നെ മെഡിക്കൽ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ, സെറ്റിങ്സ്, ആക്സിഡൻറ്റ്, എമർജൻസി, ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയായിരിക്കും നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് 5, ബ്രെയിൻ സ്റ്റോം യൂസ്ഫുൾ ലാംഗ്വേജ് ഫോർ ഈച്ച് ഓഫ് ദ ടാസ്ക്സ് ആൻഡ് തിങ്ക് ഹൗ ടു ബിഗിൻ ദ റോൾ പ്ലേ. നമ്മൾ ഈ ഒരു ടാസ്ക് നോക്കുമ്പോൾ ഇതിൽ 4 ടാസ്ക്സ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഫങ്ഷൻ വേർബ്സ് അണ്ടർലൈൻ ചെയ്താൽ നമ്മൾ ഏകദേശം എന്ത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ഷൻ നമ്മൾ തുടങ്ങേണ്ടതെന്ന് നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ വി കൻ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ് വി കൻ യൂസ്, ദ ഫങ്ഷണൽ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം കളക്റ്റിംഗ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ ടാസ്ക് എങ്കിൽ നമ്മൾ എന്ത് ഫങ്ഷണൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക? നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, could you answer a few of my questions? Could you describe? Can you tell me? അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫങ്ഷണൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ടാസ്കിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഏത് ഫങ്ഷണൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, നമുക്കൊരു ഐഡിയ കിട്ടുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ 2 to 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നമുക്ക് എൻറ്റയർ കോൺവെർസേഷൻ ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിൻ്റെ റെസ്പോൺസ് എന്താണോ കിട്ടുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുടെ റെസ്പോൺസ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും നമ്മുടെ കോൺവെർസേഷൻ എന്ന്? ഇല്ല. പക്ഷെ നമുക്ക് എങ്ങനെ തുടങ്ങണം നമ്മുടെ കോൺവെർസേഷൻ എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യാം. കാരണം OET റോൾ കാർഡിൽ കാൻഡിഡേറ്റ് ആണ് കോൺവെർസേഷൻ തുടങ്ങേണ്ടത്. അതായത് ഞാൻ ആസ് എ നേഴ്സ്, ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി നേഴ്സ്, ഞാനാണ് കോൺവെർസേഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ എൻ്റെ ഇൻ്റർലോക്യൂട്ടർ യു 5 minutes സ്റ്റാർട്ട്സ് നൗ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ഇനീഷ്യേറ്റ്, ഞാനാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അതും കൂടി പ്ലാൻ ചെയ്യാം, എങ്ങനെയാണ് ഞാൻ എൻ്റെ കോൺവെർസേഷൻ തുടങ്ങാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ 2 to 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. അതിന് ശേഷം നമ്മൾ തുടങ്ങിയതിന് ശേഷം എങ്ങനെയാണ് പേഷ്യൻ്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ റെസ്പോണ്ട് ചെയ്യുന്നത്, അതിന് ബേസ് ചെയ്തിരിക്കും നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു റോൾ കാർഡ് നോക്കുകയാണെങ്കിൽ ദീസ് ആർ ദി കൈൻഡ് ഓഫ് തിങ്സ് വി ഗെറ്റ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഇൻഫർമേഷൻ ഇതൊക്കെ ആയിരിക്കും. നമ്മളൊരു ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി നേഴ്സാണ്, ഇത് സെറ്റിംഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്?
talking to the mother of a child. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോടല്ല, പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറിനോടാണ് അല്ലെങ്കിൽ റിലേറ്റീവിനോടാണ് സംസാരിക്കുന്നത്. പിന്നെ എന്താണ് മെഡിക്കൽ കണ്ടീഷൻ? അത് നമുക്ക് ഈ ഒരു സെക്ഷൻ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ മദേഴ്സ് ഫീലിംഗ്, അത് നമ്മൾ ഈ ഒരു ലൈൻ നോക്കിയാൽ, ദ മദർ റെഫ്യൂസസ് ടു യൂസ് സ്റ്റിറോയിഡ് ക്രീംസ് ബിക്കോസ് ഓഫ് കൺസേൺസ്. അപ്പോൾ റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ the mother is going to be rebellious, the mother is going to be aggressive, and immediately നമ്മൾ കൊടുക്കുന്ന സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൂടി നമുക്ക് മനസ്സിലാവും. Now let's look at the tasks. നമ്മൾ ഓൾറെഡി ഫങ്ഷൻ വേർബ്സ് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞത് നമ്മുടെ പ്രീവിയസ് സ്ലൈഡിൽ. Here too I have the function verbs highlighted in red. Find out about the current skin problems. എങ്ങനെയാണ് നമ്മൾ കറൻ്റ്ലി കുട്ടി അനുഭവിക്കുന്ന സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കുക? We have to ask the right questions. അല്ലേ? ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുള്ളൂ. So this is basically collecting information from the patient. Next task എന്താണ്? Explain the importance of using moisturizing cream. അപ്പോൾ നമ്മൾ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, അതായത് മോയ്സ്ചറൈസിങ് ക്രീം എന്തുകൊണ്ടാണ് കുട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൺവിൻസിങ് ആയ കുറച്ച് പോയിൻറ്റ്സ് വി ഹാവ് ടു ട്രൈ ആൻഡ് കൺവിൻസ് ദ മദർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ്. അപ്പോൾ എങ്ങനെയാണ് മോയ്സ്ചറൈസിങ് ക്രീംസ് കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക എന്ന് നമുക്ക് അമ്മേനോട് സംസാരിക്കാൻ പറ്റണം. പിന്നെയുള്ളത് റീഇൻഫോഴ്സ്. റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെഫിനറ്റ്ലി മീൻസ് നമ്മുടെ പേഷ്യൻ്റ് അല്ലെങ്കിൽ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ ഇത് ഫോളോ ചെയ്യുന്നില്ല, അതായത് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിവിടെ പറയേണ്ടത് എന്തുകൊണ്ടാണ് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻസ് ഓഫ് മോയ്സ്ചറൈസിങ് ക്രീം ഇവിടെ പറഞ്ഞു കൊടുത്തു. പക്ഷെ നമ്മൾ ഒന്നുകൂടി അത് സ്ട്രോങ്ങർ ആക്കണം, നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യണം, ഒക്കേഷണലി യൂസ് ചെയ്യണം. അപ്പോൾ സ്റ്റിറോയിഡ്സ് റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും, പക്ഷേ ഒക്കേഷണൽ യൂസ് അധികം ദോഷം ചെയ്യില്ല. അതുകൊണ്ട് ആണ് നമ്മളത് റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു കുട്ടീൻ്റെ മെഡിക്കൽ കണ്ടീഷനിൽ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ഹാവ് ടു റീഇൻഫോഴ്സ് ദ ഫാക്ട്. ആൻഡ് ലാസ്റ്റ്ലി വി ഓൾസോ നീഡ് ടു ഗിവ് അഡ്വൈസ്. അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള അഡ്വൈസാണ് കൊടുക്കേണ്ടതെന്ന് ഓൾറെഡി റോൾ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദ റൂം, ഓക്കെ. അപ്പോൾ ഒരു സ്കിൻ കണ്ടീഷനുള്ള ഒരു സ്കിൻ ഇറിറ്റേഷനുള്ള ഒരു കുട്ടിക്ക് എന്ത് രീതിയിലെ ടെമ്പറേച്ചർ ആയിരിക്കണം റൂമിൽ ഉണ്ടാകുന്നത്. ഓഫ് കോഴ്സ് ഭയങ്കര കോൾഡ് ആയാൽ ഡ്രൈ ആവും സ്കിന്ന്, പക്ഷെ ഭയങ്കര ഹോട്ട് ആയാൽ ഒരുപാട് സ്വെറ്റ് ചെയ്യും, അതിൻ്റേതായ എഫക്ട്സും ഉണ്ടാവും. സോ ഏത് രീതിയിലെ ടെമ്പറേച്ചർ ആയിരിക്കണം റൂമിലെ, അതായിരിക്കണം ഒരു അഡ്വൈസ്. സെക്കൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് ഈസ് റിഗാർഡിങ് ദ കൈൻഡ് ഓഫ് ക്ലോത്ത്സ്. അപ്പോൾ ഇവിടെ റോൾ കാർഡിൽ ഓൾറെഡി പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. കോട്ടൺ ക്ലോത്ത്സ് ആണ് കുട്ടി ഉപയോഗിക്കേണ്ടത്. ആൻഡ് എ തേർഡ് അഡ്വൈസ് ഈസ് റിഗാർഡിങ് നോൺ പെർഫ്യൂംഡ് സോപ്പ്. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റേഴ്സ് ഓൾറെഡി റോൾ കാർഡിൽ തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വി ഡോണ്ട് ഹാവ് ടു ആക്ച്വലി തിങ്ക് എങ്ങനെയാണ് എക്സീമ ട്രീറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് OET സ്പീക്കിംഗ് ഈസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ മെഡിക്കൽ നോളജ്, ഇറ്റ് ടെസ്റ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ നമുക്ക് എക്സീമിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു റോൾ കാർഡ് ഇനാക്ട് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ടാസ്ക്സ് യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ കറൻറ്റ് സ്കിൻ പ്രോബ്ലം. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വി ക്യാൻ ആസ്ക് ദ മദർ അബൌട്ട് ദ ചൈൽഡ്സ് സ്കിൻ. കുട്ടീൻ്റെ സ്കിന്ന് ഏത് ടൈപ്പ് സ്കിന്നാണ്? ഡ്രൈ ആണോ, അതോ ഭയങ്കര സ്വെറ്റി സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം അത് ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് സജഷൻസും അഡ്വൈസും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണുള്ളതെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി അതായിരിക്കണം നമ്മൾ ആദ്യം ചോദിക്കുന്നത്, അബൌട്ട് ദി ചൈൽഡ്സ് സ്കിൻ. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് കുട്ടീൻ്റെ എക്സീമ ഇതുവരെ അമ്മ മാനേജ് ചെയ്തിരിക്കുന്നത്?
വല്ല ക്രീംസും മോയ്സ്ചറൈസിങ് ക്രീംസും യൂസേജ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. Otherwise, we can check with the mother what are the strategies she's been using. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് തന്നെയാണ്. We haven't gotten into the second task. ഈ രണ്ട് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കുട്ടീൻ്റെ സ്കിൻ എങ്ങനെയാണ് പ്ലസ് ഇതുവരെ അമ്മ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, കുട്ടീൻ്റെ സ്കിൻ പ്രോബ്ലം കൺട്രോൾ ചെയ്യാനുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ മൂവ് ചെയ്യേണ്ടത് നമ്മുടെ സെക്കൻഡ് ടാസ്കിലാണ്, അതായത് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂസിങ് എ മോയ്സ്ചറൈസിങ് ക്രീം. അപ്പോൾ ഈ രണ്ട് കളക്ട് ചെയ്ത ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് മോയ്സ്ചറൈസിങ് ക്രീം ഒരു ദിവസം തന്നെ പലതവണയായി സെവറൽ ടൈംസ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് മീൻസ് ദ മദർ വുഡ് ബി സേയിങ് കുട്ടീൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആണ്, ഓക്കെ, ആൻഡ് മേ ബി അമ്മ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നില്ല, മേ ബി നോട്ട് മേക്കിംഗ് ദ ചൈൽഡ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ, ചിലപ്പോൾ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഓക്കെ, ട്രൈങ് ടു കൺട്രോൾ വിത്ത് സോപ്പ് ഓർ ഓയിൽ. സോ ഹൗ ദാറ്റ് ഡസൻറ്റ് ഹെൽപ്പ്. അപ്പോൾ എങ്ങനെയാണ് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തിട്ട്, അതും നോട്ട് വൺസ് ബട്ട് സെവറൽ ടൈംസ് എ ഡേ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്, നമ്മൾ ബേസിക്കലി നമ്മുടെ സെക്കൻഡ് ടാസ്ക് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് ടാസ്ക്, ഐ മീൻ നമ്മുടെ തേർഡ് ടാസ്ക് റീഇൻഫോഴ്സ് ദ ഒക്കേഷണൽ നീഡ് ഓഫ് സ്റ്റെറോയിഡ് ക്രീമാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ കോൺവെർസേഷനിൽ സ്റ്റെറോയിഡ് ക്രീം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്റ്റെറോയിഡ് ക്രീംസിനെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്യണം. അതായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ. സോ ഫോർത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, അമ്മ സ്റ്റെറോയിഡ് ക്രീം കുട്ടീൻ്റെ മേലെ സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. എന്നിട്ട് ഇപ്പം അമ്മ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, ബിക്കോസ് നമുക്ക് റീഇൻഫോഴ്സ് ആണ് ചെയ്യേണ്ടത്, ദാറ്റ് മീൻസ് ദ മദർ ഇസ് നോട്ട് ഇൻ ടു ദ ഹാബിറ്റ് ഓഫ് യൂസിങ് എ സ്റ്റെറോയിഡ് ക്രീം. സോ നമ്മൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു, വി ഗോട്ട് ദി ആൻസർ നോ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് വൈ, എന്തുകൊണ്ടാണ് അമ്മ സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്യാത്തത്. സോ ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 we ask why. ഇനി എന്തുകൊണ്ടാണ് സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്യാത്തത് നമ്മുടെ ടാസ്കിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റെറോയിഡ് ക്രീമിൻ്റെ യൂസ് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടി അത് എടുത്ത് പറയണമെങ്കിൽ, നമുക്ക് ഓൾറെഡി ആദ്യം അമ്മേൻ്റെ ഐഡിയ എന്താണ്, അമ്മക്ക് ഓൾറെഡി അതിനെക്കുറിച്ച് അറിയാം, എന്തുകൊണ്ടാണ് ഇതുവരെ യൂസ് ചെയ്യാത്തതെന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് അത് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി അത് ടാസ്കിൽ മെൻഷൻ ചെയ്തില്ല, പക്ഷേ നമ്മുടെ റീഇൻഫോഴ്സ് എന്ന തേർഡ് ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, എന്താണ് അമ്മേൻ്റെ കൺസേൺ, അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ടാസ്കിൽ തരാത്ത കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ടാസ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചില കണക്റ്റീവ്സ് യൂസ് ചെയ്യേണ്ടത്, അവിടെ കണക്റ്റഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വി നീഡ് ടു റെസ്പോണ്ട്. ഇപ്പം വൈ നോട്ട്, അവരൊരു റീസൺ പറഞ്ഞല്ലോ, ആ റീസണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് നമ്മുടെ മൂന്നാമത്തെ ടാസ്ക് നമ്മൾ അവരുടെ റീസൺസ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും കൺസേൺസ് പറഞ്ഞിട്ടുണ്ടാവും, അത് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അവരുടെ ധാരണ തെറ്റ്, എങ്ങനെ യൂസ് ചെയ്താലാണ് സ്റ്റെറോയിഡ് ക്രീം സേഫ് എന്ന രീതിയിൽ പറഞ്ഞാൽ വി ആർ ആക്ച്വലി റീഅഷ്വറിങ് ദെം ഹൗ സേഫ് ഇറ്റ് ഇസ് ടു യൂസ് വെൻ ഇറ്റ് ഇസ് യൂസ് സംടൈംസ്. അതായത് ഒക്കേഷണൽ യൂസ് സേഫാണ് ഓഫ് സ്റ്റെറോയിഡ് ക്രീംസ്. Then we move on to the last task. നമ്മുടെ നാലാമത്തെ ടാസ്ക് എന്താണ്, ഗിവ് അഡ്വൈസ് ഓൺ മാനേജിങ് എക്സിമ. അത് ഓൾറെഡി നമുക്കിവിടെ പോയിന്റ്സ് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് കടന്നിട്ട് അമ്മേനോട് സംസാരിക്കുകയാണ്. സോ ഐ ക്യാൻ ഗിവ് യു സർട്ടൻ ടിപ്സ് ഓർ സജഷൻസ് ഓൺ ഹൗ യു ക്യാൻ മാനേജ് യുവർ ചൈൽഡ് സ്കിൻ പ്രോബ്ലം. അങ്ങനെ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന പോയിന്റ്സില്ലേ, ടെമ്പറേച്ചർ ഓഫ് റൂം, കോട്ടൺ ക്ലോത്ത്സ്, നോൺ പെർഫ്യൂംഡ് സോപ്പ്, ഇതൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കരുത്. വി ഹാവ് ടു ടെൽ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പം ഇങ്ങനെ നമുക്ക് പലതവണ തന്നിരിക്കുന്ന അഡ്വൈസ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തന്നിരിക്കുന്ന അഡ്വൈസ് എങ്ങനെയാണ് നമ്മൾ കൺവേ ചെയ്യാം ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഐ ക്യാൻ ഗിവ് യു സർട്ടൻ സജഷൻസ് ഓൺ ഹൗ യു ക്യാൻ മാനേജ് യുവർ ചൈൽഡ്സ് സ്കിൻ പ്രോബ്ലം.
the first thing you can do is ensure that the temperature of the room is perfect. How do you ensure that? ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു. എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അത് എൻഷുർ ചെയ്യാൻ പറ്റുക? ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദാറ്റ്? അപ്പോൾ അമ്മ റെസ്പോണ്ട് ചെയ്യും. ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇനി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ടെമ്പറേച്ചർ വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇനി അമ്മ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും, സോ വാട്ട് ഡു യു തിങ്ക് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ റൂം ബി? സോ അതൊരു കോൺവെർസേഷൻസ് ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ 4 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 3 പോയിൻറ്റ്സ് ഒറ്റയടിക്ക് പറയാതെ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനെ ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ സജഷൻസും നമ്മുടെ അഡ്വൈസും നമ്മുടെ ടിപ്സും കൊടുക്കാൻ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ OET സ്പീക്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കാൻ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല സ്റ്റുഡൻസും എന്താ ചെയ്യുക വെച്ചാൽ ഓൾറെഡി റോൾ കാർഡിൽ 3-4 സജഷൻസ് തന്നിട്ടുണ്ടാവും. ഒറ്റയടിക്ക് 4 വായിക്കും. First you have to ensure the temperature of the room is correct. Next you have to make sure the child wears cotton clothes. Then you have to make sure non-perfumed soap is used. Avoid perfumed soap. ഇങ്ങനെ ഒരുപാട് സജഷൻസ് 1 by 1 കൊടുക്കും. എന്തായാലും ഒരു നോർമൽ ആൾക്ക് അത് കേട്ടാൽ മനസ്സിൽ വെക്കാൻ പറ്റില്ല. ആൻഡ് ദ മദർ മൈറ്റ് മിസ് ഔട്ട് ഓൺ സർട്ടൻ സജഷൻസ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പേഷ്യൻ്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് തന്നെ സജഷൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ ഡു വെൻ യു ഗിവ് അഡ്വൈസ് ടു യുവർ പേഷ്യൻറ്റ്. സോ ഏകദേശം ഒന്ന് മനസ്സിലായില്ലേ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ടാസ്ക്സ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുക. ഹൗ വി ക്യാൻ ഗെറ്റ് അ ഹെഡ് വിത്ത് ദ ടാസ്ക്സ്. ഇനി ഒരു ലാസ്റ്റ് കാര്യം കൂടി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റുന്നത് ഈ 2 to 3 minutes ടൈമിൽ. എന്താണത്? യെസ്, ഹൗ വി ക്യാൻ സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. നമ്മളാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന കോൺവെർസേഷൻ. അപ്പോൾ എങ്ങനെ തുടങ്ങാമെന്നും കൂടി നമുക്ക് ഓൾറെഡി പ്ലാൻ ചെയ്യാം. ഇൻ്റർലോക്യൂട്ടർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി നമുക്ക് ഓൾറെഡി പ്ലാൻ ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി സെറ്റിംഗ് ആണ്. അതായത് പേഷ്യൻ്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന് നമ്മൾ ഓൾറെഡി അറിയില്ല. സോ ഇറ്റ്സ് എ ന്യൂ പേഴ്സൺ വി ആർ ടോക്കിംഗ് ടു. സോ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ പേര് പറയണം, എൻ്റെ റോൾ എന്താണെന്ന് പറയണം, എന്നിട്ട് വേണം ഞാൻ കോൺവെർസേഷൻ തുടങ്ങാൻ. ഇത്ര മാത്രം എനിക്കൊരു ഐഡിയ ഉണ്ട്. ലെറ്റ്സ് ഓൾസോ ലുക്ക് ആറ്റ് സം ഓഫ് ദ ഫങ്ഷണൽ ലാംഗ്വേജ് ദറ്റ് യു ക്യാൻ യൂസ്. ഈ 4 ടാസ്ക്സ് നിങ്ങൾക്ക് അത് അവതരിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ ഫങ്ഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുമെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നൗ ഫൈൻഡ് ഔട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം. Can you tell me what is your child going through? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടാസ്ക് സോൾവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ടാസ്ക്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂസിങ് എ മോയ്സ്ചറൈസിങ് ക്രീം. എങ്ങനെയാണ് ആ ടാസ്ക് തുടങ്ങാൻ പറ്റുക? One example is this. It's very important that you and namukku continue cheyam. For example, it's very important that you use the right moisturizing cream to ensure that there is enough moisture content on your child's skin. Alright, so when we have to reinforce, how do we convince the mother in using the steroid cream? അപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഐ ക്യാൻ സേ ലെറ്റ് മീ അഷ്വർ യു, ലെറ്റ് മീ റീഅഷ്വർ യു. ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാം, ലെറ്റ് മീ റീഅഷ്വർ യു ദാറ്റ് ദ യൂസേജ് ഓഫ് സ്റ്റെറോയിഡ് ക്രീം ഇസ് കംപ്ലീറ്റ്ലി സേഫ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഒക്കേഷണലി. അല്ലെങ്കിൽ എനിക്ക് പറയാം, ഇറ്റ്സ് എസെൻഷ്യൽ ദാറ്റ് യു യൂസ് ദ സ്റ്റെറോയിഡ് ക്രീം വൺസ് ഇൻ എ വൈൽ, ദാറ്റ് വിൽ ഹെൽപ്പ് കൺട്രോൾ ദി ഇച്ചിങ് പ്രോബ്ലം. പിന്നെ അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലാസ്റ്റ് ടാസ്ക്. എന്തൊക്കെ രീതിയിലാണ് എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്? One is I can say, so there are some things that you can do to help your child, or else I can begin, it's a good idea to ensure your child only wears cotton clothes. Or else I can say, I recommend the use of non-perfumed soap. You should ensure that the room temperature is correct or optimum. ഇങ്ങനെ പല രീതിയിലാണ് എനിക്ക് ഫങ്ഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എൻ്റെ ടാസ്ക്സ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. Now, like I said, the introduction, the initiation of the conversation. എങ്ങനെ അത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. Here is an example of how I can begin the conversation. Accident and emergency ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. പേഷ്യൻറ്റിന് എന്നെ അറിയില്ല, എനിക്ക് പേഷ്യൻറ്റിനെ അറിയില്ല. അപ്പം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം.
I have to tell my name and my role. എന്താണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ? അതും കൂടി ക്ലിയർ ആക്കിയിട്ട് വേണം എൻ്റെ കോൺവെർസേഷൻ തുടങ്ങാൻ. ആൻഡ് എനിക്കിവർ ഓൾറെഡി അറിയാത്ത കൊണ്ട് എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് കൂടി ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഹലോ, my name's Joe, one of the nurses here on accident and emergency. I see you have come with your daughter. Could you tell me what seems to be the problem? അതൊരു ക്വസ്റ്റ്യൻ ആക്കി ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു അമ്മ ഈ കുട്ടീൻ്റെ സ്കിൻ പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ടാസ്കിലേക്ക് പോകാൻ പറ്റുന്നതും സബ്സീക്വൻറ്റ് ടാസ്ക്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ സബ്സീക്വൻറ്റ് ടാസ്ക്സ് എനിക്ക് ഫങ്ഷൻ ലാംഗ്വേജ് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതും. സോ ഹോപ്പ് യു നൗ ഹാവ് എൻ ഐഡിയ of what you can do in the 2 to 3 minutes time of preparation, as well as plan how you can begin the conversation. ഈ ഒരു വീഡിയോ നിങ്ങളുടെ OET സ്പീക്കിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Do not forget to put up your comments on the box below so that we can come up with more interesting videos. Thank you for watching Medcity's Secret Mantra to OET.